കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ഗലീലി കടൽ തീരത്ത് നടക്കുമ്പോൾ കടലിൽ വല വീശിക്കൊണ്ടിരുന്ന രണ്ട് സഹോദരന്മാരെ കണ്ടു. പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോനെയും സഹോദരൻ അന്ത്രയോസിനെയും. അവർ മീൻപിടുത്തക്കാരായിരുന്നു. അവൻ അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ലക്ഷണം അവർ വലകൾ ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. അവർ അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങിയപ്പോൾ വേറെ രണ്ട് സഹോദരന്മാരെ കണ്ടു. സെബെദെപുത്രനായ യാക്കോബും സഹോദരൻ യോഹന്നാനും. അവർ പിതാവും ഒത്ത് വഞ്ചിയിലിരുന്ന് വല നന്നാക്കുകയായിരുന്നു. അവരെയും അവൻ വിളിച്ചു. തൽക്ഷണം അവർ വഞ്ചി ഉപേക്ഷിച്ച് പിതാവിനെയും വിട്ട് അവനെ അനുഗമിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോമിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്ന് തിരുസഭയിൽ വിശുദ്ധ അന്ത്രയോസിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഈശോയുടെ 12 അപ്പസ്തോലന്മാരിൽ ഒരുവനായ വിശുദ്ധ അന്ത്രയോസിൻ്റെ തിരുനാൾ. അന്ത്രയോസ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മാന്യൻ എന്നാണ്. തൻ്റെ പേര് പോലെ തൻ്റെ ജീവിതത്തെ നിഷ്കളങ്കമായി കാത്തുസൂക്ഷിച്ച വ്യക്തി. ഈശോ ഈ ഒരു വ്യക്തിയെ വിളിക്കുമ്പം ആ വിളിച്ച നിമിഷം മുതൽ അത്രമാത്രം ആഴമായ ബന്ധം ക്രിസ്തുവുമായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പരിണിത ഫലമായിട്ട് ഉത്ഥാനത്തിന് ശേഷം അനുഭവിച്ചറിഞ്ഞ ഈശോയെ എല്ലാവരിലേക്കും എത്തിക്കുവാനായിട്ട് ഒത്തിരിയേറെ പരിശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം റഷ്യയുടെ മധ്യസ്ഥനായിട്ടാണ് ഇന്നും അറിയപ്പെടുക. അദ്ദേഹം രക്തസാക്ഷിയാകുന്ന സമയത്ത് ഗുണനചിഹ്നാകൃതിയിലുള്ള ഒരു കുരിശിൽ 2 ദിവസത്തോളം കിടന്നാണ് അദ്ദേഹം രക്തസാക്ഷിയാകുന്നത്. അങ്ങനെ കുരിശിൽ കിടന്ന് മരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, എൻ്റെ ഈ ജീവിത ഈശോയെ, നിൻ്റെ ശരീരത്താൽ വിശുദ്ധമായ ഈ കുരിശിനെ സ്വീകരിക്കാൻ ഞാൻ എന്തുമാത്രം കൊതിച്ചിരുന്നു. ക്രിസ്തുവിൻ്റെ ജീവിതത്തോട് അത്രമാത്രം അനുരൂപപ്പെടുവാനായിട്ട് പരിശ്രമിച്ച ഒരു വിശുദ്ധനാണ് വിശുദ്ധ അന്ത്രയോസ്. അപ്പസ്തോലന്മാരുടെ ജീവിതങ്ങളിലൊക്കെ നമുക്കറിയാൻ പറ്റും അത്രമാത്രം അവരുടെ ജീവിതം പോലും അവർ മാറ്റിവെച്ചത് അവരെ അത്രമാത്രം സ്നേഹിച്ച് അവരെ സ്നേഹത്തിലേക്ക് വിളിച്ച ക്രിസ്തുവിനെ പ്രതിയാണ്. അപ്പോൾ അത് അവരുടെ ജീവിതത്തിൽ അതൊരു മരിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി മരിക്കുക എന്നത് അഭിമാനകരമായ ഒരു കാര്യമായിരുന്നു. നമ്മളൊക്കെ പാടാറുണ്ട്, എൻ ജീവനേക്കാൾ വിലയാണ് കർത്താവേ നിനക്കുള്ളതെന്ന്. പാട്ട് മാത്രമേ പലപ്പോഴും കാണാറുള്ളൂ. പക്ഷേ തൻ്റെ ജീവിതം കൊണ്ട് അത് കൃത്യമായും എല്ലാവരെയും പഠിപ്പിച്ച വിശുദ്ധനാണ്. നമ്മൾ അപ്പസ്തോലന്മാരുടെ ജീവിതവും ആദിമസഭയിലെ ക്രൈസ്തവരുമല്ല. ഇന്ന് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാവുന്നതും മധ്യസ്ഥ യാചിക്കാവുന്നതുമായ കാര്യം, ഇത്രമാത്രം ക്രിസ്തുവിനോടുള്ള തീക്ഷ്ണതയിൽ നിറയുന്നവരാകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം, പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മൾ വായിച്ചു കേട്ട വചനഭാഗങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ വായനയിൽ റോമാക്കാർക്കെതിരെ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്ന കാര്യമാണ്, കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് നമ്മൾ പ്രഘോഷിക്കേണ്ടത്. അവനെക്കുറിച്ച് പ്രഘോഷിക്കുകയും അവൻ ഏക കർത്താവാണ് എന്ന് ഏറ്റുപറയുകയും അത് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് രക്ഷയുണ്ട് എന്നുള്ള കാര്യം പറയുക. നമ്മളെല്ലാവരുടെയും ജീവിതത്തിലേക്ക് നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്തതും കൂടെ കൂടെ നമ്മളെ തന്നെ ഓർമ്മപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്, കർത്താവാണ് ഏകരക്ഷകൻ. ആ യേശു ഏകരക്ഷകനാണെന്നും ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ ഏക മധ്യസ്ഥനായിട്ട് യേശു മാത്രമേ ഉള്ളൂ എന്നുള്ള വലിയ ബോധ്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അതുതന്നെ നമുക്ക് നിത്യജീവൻ്റെ ഒരു വലിയ നിത്യജീവനിലേക്കുള്ള ഒരു വലിയ ഒരു കവാടമായിട്ട് മാറുകയാണ്. അതായത് ക്രിസ്തുവിലുള്ള പ്രത്യാശയിൽ നമ്മൾ ഓരോരുത്തരും ജീവിക്കണമെന്നുള്ള കാര്യമാണ് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുക. അതിന് നമ്മളെ സഹായിക്കുന്ന കാര്യമാണ് വിശ്വാസത്തിൽ ആഴപ്പെടുക. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ആഴപ്പെട്ട് ജീവിക്കണം. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചോദിക്കുകയാണ്, വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ പറയും വിശ്വാസമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പള്ളി പ്രാർത്ഥിക്കുന്നതും നമ്മൾ ദേവാലയത്തിൽ വരുന്നതുമെല്ലാം. പക്ഷേ
യഥാർത്ഥ വിശ്വാസം എന്താണെന്നുള്ളത് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾക്കുള്ള തെറ്റിദ്ധാരണ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ കിട്ടുമെന്നുള്ള ഉറപ്പാണ് വിശ്വാസം. അതല്ല വിശ്വാസം. വിശ്വാസം എന്ന് പറയുന്നത് കാണപ്പെടാത്തവ ഉണ്ടെന്നും പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള വലിയ ഒരു ഉറപ്പാണ്. അപ്രകാരം ആഴമായ ഒരു വലിയ ബോധ്യത്തിലേക്ക് നമ്മൾ വളരണമെന്നുള്ള കാര്യമാണ് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുക. അവിടെ ആ ഒരു വിശ്വാസത്തോടെ ദൈവം നമുക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ നിത്യജീവൻ, അത് നമ്മുടെ ജീവിതം നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് നിത്യജീവൻ മുൻപിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകുവാനായിട്ട്. അപ്പോൾ ഈ ഒരു വലിയ ദൈവം തരുന്ന, ക്രിസ്തു തരുന്ന ആ ഒരു വലിയ പ്രത്യാശ, ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ ക്രിസ്തു തരുന്ന പ്രത്യാശ ജീവിക്കാനായിട്ട് ഓരോ ക്രിസ്ത്യാനിക്ക് സാധിക്കണം. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഈശോയുടെ ആദ്യത്തെ ശിഷ്യന്മാരെ ഈശോ വിളിക്കുന്ന ഒരു വചനഭാഗമാണ് നമ്മൾ കേട്ടത്. മത്തായിയുടെ സുവിശേഷത്തിൽ ഈശോ വിളിച്ച പാടെ അവരുടെ വലകളെല്ലാം ഉപേക്ഷിച്ചിട്ട് അവർ ഈശോയുടെ കൂടെ പോവുകയാണ്. അവരുടെ ജീവിതത്തിൽ അവർ ചെയ്തിരുന്ന ജോലിയിലും അടുത്തിട്ടാണെന്ന് അറിയത്തില്ല, പക്ഷേ അവർക്കൊരു ഉന്നതമായ ഒരു വിളി കിട്ടി എന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ ഈശോ വിളിച്ചപ്പോൾ ഈശോയുടെ കൂടെ ഇറങ്ങിപ്പോരുകയാണ്. എല്ലാം ഉപേക്ഷിച്ച് എന്തായിത്തീരും അവരുടെ ജീവിതം, അവരുടെ ഭാവി ജീവിതം എന്താകും, വല്ലതും കഴിക്കാൻ കിട്ടുമോ, അല്ലെങ്കിൽ കിടന്നുറങ്ങാൻ സ്ഥലം കിട്ടുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച്, തൻ്റെ ഭാവി സുരക്ഷിതമാക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിനപ്പുറത്ത് ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് മനസ്സിലാക്കി അത് ഈശോയുടെ കൂടെ ഇറങ്ങിത്തിരിക്കുന്ന ശിഷ്യന്മാരെ കാണാൻ പറ്റും. അവരുടെ പിതാവിനെയും മാതാവിനെയും അവർ ചെയ്തുകൊണ്ടിരുന്ന ജോലി പോലും ഉപേക്ഷിച്ചിട്ടാണ് അവർ ക്രിസ്തുവിൻ്റെ കൂടെ ഇറങ്ങിത്തിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനുള്ള പ്രത്യാശ, അതായത് എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ് എന്നുള്ള വലിയ ബോധ്യത്തോടെ ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് അവൻ വാഗ്ദാനം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ലോക ജീവിതത്തിലെ ഭൗതികമായ നേട്ടങ്ങളല്ല, അതിനപ്പുറത്ത് ദൈവം തരുന്നത് നിത്യത ദർശിക്കുവാനായിട്ടുള്ള വലിയ സൗഭാഗ്യമാണ്. അതായത് നമ്മളെ ഓരോരുത്തരെയും ദൈവിക സന്നിധിയിൽ, പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തെ മുഖാമുഖം കണ്ട് ദർശിക്കുന്നവരുടെ ഗണത്തിലേക്ക് ദൈവം ചേർക്കും, നിത്യജീവൻ നൽകും. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന സമയത്ത് വിശുദ്ധ കുർബാന കർത്താവ് സ്ഥാപിക്കുന്നത് നമ്മുടെ ചെറിയ ചെറിയ ഭൗതിക ആവശ്യങ്ങൾ മാറാനായിട്ടല്ല. അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തലവേദന വന്നു, അല്ലെങ്കിൽ ഒരു വീട് വേണം, കാറ് വേണം, പറമ്പ് വേണം, ജോലി വേണം, ഇതിനേക്കാളും അപ്പുറത്ത് കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് നിത്യജീവൻ ഉണ്ടാകാൻ വേണ്ടിയാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവന് ഈ ലോക ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ കിട്ടുമെന്ന് കർത്താവ് വാഗ്ദാനം ചെയ്തില്ല. ദൈവം വാഗ്ദാനം ചെയ്ത് നിത്യജീവനാണ്. അതിനുവേണ്ടി നമ്മൾ പ്രത്യാശയോടെ കാത്തിരിക്കണം. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ നയിക്കുന്നത് പ്രത്യാശയേക്കാൾ അധികമായിട്ട് ആശയാണ്. അതായത് ഈ ലോക ജീവിതത്തിൻ്റെ കാര്യങ്ങളിൽ മാത്രം മുഴുകി ജീവിക്കുകയാണ്. പൗലോസ് കൊലോസ്സുകാർക്ക് ലേഖനത്തിൽ പറയുന്നുണ്ട്, ഉന്നതമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഈ ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല, അതിനേക്കാളും ഉപരിയായി ഉന്നതമായ കാര്യങ്ങളിൽ ശ്രദ്ധ കൊണ്ടുവരും. അപ്രകാരം ക്രിസ്തുവിലുള്ള പ്രത്യാശയിൽ ജീവിക്കുന്നവരായിട്ട് നമുക്ക് മാറാം. വിശുദ്ധ അന്ത്രയോസിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ആ ഒരു ജീവിത തീക്ഷ്ണത നമ്മുടെ ജീവിതത്തിൽ നിറയുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിശുദ്ധ കുർബാനയിൽ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന നിത്യജീവൻ അവകാശമാക്കുവാൻ നമുക്ക് സഹായകമാകുന്ന ഈ ദിവ്യ കൂദാശയിൽ ഭക്തിയോടെ പങ്കെടുത്ത് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.